നമസ്കാരം പ്രിയമുള്ളവരെ. കേരളത്തിലെ ഗ്യാസ് സിലിണ്ടറുകളുടെ അലഭ്യത, അതിന് കാരണക്കാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മനഃപൂർവമായ ഒരു ശ്രമം നടക്കുന്ന വിവരം എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. യഥാർത്ഥത്തിൽ ലോകത്തിലെ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരു വ്യക്തി എന്ന നിലയിൽ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പ്രധാനമന്ത്രിയെ ഉയർത്തിക്കാട്ടുമ്പോഴാണ് ഈ നരേന്ദ്രമോദി കാരണമാണ് യുദ്ധം ഉണ്ടായതെന്നും അത് കാരണമാണ് നമ്മൾക്ക് പാചകവാതം ലഭിക്കാത്തതും എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. ഇന്ന് ബോംബെ കടൽ തീരത്ത് 2 ക്രൂഡ് ഓയിൽ ഷിപ്പുകൾ എത്തിച്ചേർന്നതും ഇനി സമീപ രാജ്യങ്ങൾക്ക് വേണ്ട പെട്രോളും ഡീസലും എല്ലാം സപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചും ഇന്ത്യയുടെ ഭരണ നേതൃത്വം ചർച്ച ചെയ്യുന്ന ഒരു സമയത്താണ് ഈ രീതിയിൽ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ ചില അല്പം ബാക്കിയായി പോയ കനൽത്തരികൾ ശ്രമിക്കുന്നത് എന്നത് തികച്ചും അപഹാസ്യപരമാണ്, അല്ലേ? എന്തായാലും ചില നുണകൾ 10 പേർ പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട് എന്നതിനാലും മുൻകാലങ്ങളിൽ നുണകളിലൂടെ കലാപങ്ങൾ വരെ, ഈ അടുത്ത കാലത്ത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പെടലിക്ക് ബാൻഡേഡ് ഇട്ട് ഒരു കലാപം ഉയർത്താൻ ശ്രമിച്ചു. പാവപ്പെട്ട കോൺഗ്രസ്സുകാരെ കുറെ പേരെ ആയുധങ്ങളുമായി വന്നു എന്ന പേരിൽ ഇപ്പോഴും അവരകത്താണെന്നാണ് അറിഞ്ഞത്. അവരുടെ കൊടികളെല്ലാം വലിച്ചു കീറിയതും റോഡിലൂടെ വലിച്ചുകൊണ്ട് പോയതെല്ലാം എല്ലാവരും കണ്ടതാണ്. ആ കലാപശ്രമം വിജയിച്ചില്ല. അവര് ഈ ഒരു പ്രതിഷേധം എന്ന് കേട്ട് പെടലി വെട്ടി അവരുടെ കയ്യിൽ മാരകായുധങ്ങൾ ഈ പോലീസ് തപ്പിയിട്ടും കിട്ടിയിട്ടില്ല. സത്യത്തിൽ CCTVയും റെയിൽവേ പോലീസും എല്ലാമാണ് ചതിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും ഇതുപോലുള്ള നുണപ്രചരണങ്ങൾക്ക് വലിയ ഒരു സാധ്യത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകൾ ഈ രീതിയിലുള്ള പ്രചരണങ്ങളിലൂടെ വരാൻ പോകുന്ന NDA അധികാരത്തിൽ വരാൻ പോകുന്ന സർക്കാരിന് ഒരു ഭീഷണിയാകുമെന്നത് BJP NDA നേതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. യാഥാർത്ഥ്യങ്ങൾ പ്രചരിപ്പിക്കാനും സമയം കണ്ടെത്തേണ്ടതാണ്. ഞങ്ങളത് ചെയ്തിട്ടുണ്ട്, നല്ലതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ആ ചെയ്ത കാര്യങ്ങളെ ജനങ്ങളെ ബോധിപ്പിക്കുക എന്ന ബാധ്യത കൂടി ഈ NDA നേതൃത്വത്തിനുണ്ട് എന്ന് ഈ തരുണത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.